ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ താനൊരു അമ്മയാകാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത മോഹിനിയെ അറിയിക്കാനായിട്ട് മഹി കണ്ണനെയും കൂട്ടി സ്വന്തം വീട്ടിലെത്തുന്നു. അപ്പോൾ അവിടെ എത്തുന്നതും നിനക്കൊരു അമ്മയാകാനുള്ള ഭാഗ്യമൊന്നും ഒരിക്കലും ഉണ്ടാവില്ലടി. എൻ്റെ കുഞ്ഞ് ഉണ്ണിയുമായിട്ടുള്ള ബന്ധം പിരിഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത് നിനക്കൊരു ഭർത്താവ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാണ് നീ ഇവിടേക്ക് വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി മഹാലക്ഷ്മിയെയും കണ്ണനെയും കുത്തിനോയിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും കണ്ണനോ മഹിയോ അതൊന്നും കണക്കിലെടുക്കുന്നില്ല. പിന്നീട് മഹി അമ്മയുടെ അടുത്ത് നിന്ന് താൻ ഒരു അമ്മയാകാൻ പോകുന്ന വിവരം അറിയിക്കുമ്പോൾ അത് കേട്ട് എന്തെന്നില്ലാതെ സന്തോഷമാവുന്നുണ്ട് കേട്ടോ മോഹിനിക്ക്. തുടർന്ന് കരുണ ഉൾപ്പെടെ ആരും ഇക്കാര്യം തൽക്കാലം അറിയരുതെന്നും സ്വന്തം മകളായ മഞ്ജുവിനോട് പോലും മോളുടെ അമ്മായിയമ്മ ചെയ്തത് എന്താണെന്ന് മോൾക്ക് അറിയാലോ, അതുകൊണ്ട് ഒരിക്കലും ഇതൊന്നും ആരും അറിയാനിടയാവരുത് എന്ന് മോഹിനി പറയുന്നുണ്ട് കേട്ടോ മഹിയോട്. തുടർന്ന് കണ്ണനും മഹാലക്ഷ്മിയും വന്നിട്ടുണ്ട് എന്ന് മുത്തശ്ശിയിൽ നിന്നും അറിയുന്ന കരുണയാണെങ്കിൽ കലി തുള്ളിക്കൊണ്ട് താഴേക്ക് വന്ന് കണ്ണനോട് യാതൊരു റെസ്പെക്റ്റും ഇല്ലാതെയാണ് സംസാരിക്കുന്നത്. ഇതേ സമയം മോഹിനിയും മഹിയും അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പം നിൻ്റെ തള്ളയെ കാണാൻ വേണ്ടിയിട്ടല്ലേ നീ ഇടയ്ക്കിടയ്ക്ക് ഇവിടേക്ക് വരുന്നത്. പ്രതാപൻ കലി പൂണ്ട് നടക്കുകയാണെന്നും ഒരു ദിവസം ഇവളെ കൊത്തി നുറുക്കും, പിന്നെ നിനക്ക് വെള്ള പുതുപ്പിച്ച് കിടത്തിയിരിക്കുന്ന ഇവളെയായിരിക്കും കാണേണ്ടി വരിക എന്ന് മുത്തശ്ശി പറയുമ്പോൾ എങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ മോനും ജയിലിലായിരിക്കും പിന്നെയുള്ള ജീവിതം എന്ന് മഹി പറയുന്നതും അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കരുണ സംസാരിക്കുമ്പോൾ നിൻ്റെ അച്ഛനെ വേണമെങ്കിൽ ഈ നിമിഷം എനിക്ക് ജയിലിലാക്കാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് മഹി കരുണയുടെ വായടപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പം മഹി അത് പറയുന്നത് കേട്ട് മുത്തശ്ശിയാണെങ്കിൽ ശരിക്കും ഭയപ്പെടുന്നുണ്ട്. കണ്ണനാണെങ്കിലും മഹി എന്തായിരിക്കും ഇങ്ങനെ പറഞ്ഞത് എന്ന് കേട്ട് വല്ലാതാവുമ്പോൾ വീട്ടമ്മമാരെ പീഡിപ്പിക്കുന്നവർക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കും നിങ്ങളുടെ മോനും കോടതി കയറി ഇറങ്ങാനേ നേരം ഉണ്ടാവുള്ളൂ എന്ന് മഹി പറയുന്നുണ്ട് കേട്ടോ. ശേഷം കരുണ ചോദിക്കുന്നുണ്ട്, അച്ഛനും മുത്തശ്ശിയും ഇപ്പോൾ അവളുടെ മുന്നിൽ പഞ്ചപുച്ഛ അടക്കി നിൽക്കുകയാണെന്ന് പറയുമ്പോൾ അത് വേറൊന്നും കൊണ്ടല്ല മോളെ. കണ്ണൻ ഇപ്പോൾ ഒരുപാട് സ്വാധീനവും പണവും ഒക്കെ ഉണ്ട്. അവനെങ്ങാനും കേസിന് പോയി കഴിഞ്ഞാൽ കോടതി കയറി ഇറങ്ങാനേ നേരം ഉണ്ടാവൂ എന്ന് പറഞ്ഞുകൊണ്ട് കരുണയെ സമാധാനിപ്പിച്ച് നിർത്തുകയാണ് കേട്ടോ മുത്തശ്ശി ചെയ്യുന്നത്. പിന്നീട് മോഹിനിയാണെങ്കിൽ അടുക്കളയിൽ ചെന്ന് മഹിക്ക് ഇഷ്ടമുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് വരുന്ന മുത്തശ്ശിയാണെങ്കിൽ നിനക്ക് ഇങ്ങനെയൊക്കെ ഇവൾക്ക് ഉണ്ടാക്കി കൊടുത്ത് നിൻ്റെ മനസ്സിലെ ആഗ്രഹം തീർക്കാം, അല്ലാതെ ഇവൾക്ക് ഒരിക്കലും അമ്മയാകാൻ കഴിയില്ല എന്ന് കുത്തി വീണ്ടും പറയുമ്പോൾ അത് കേട്ട് ചിരി വരികയാണ് കേട്ടോ മോഹിനിക്കും മഹിക്കും. പിന്നീട് മോഹിനി ഉണ്ടാക്കിയ പലഹാരങ്ങളെല്ലാം മഹാലക്ഷ്മി ആസ്വദിച്ച് കഴിക്കുന്നു. പ്രസവം തോമസ് സാറിൻ്റെ ഹോസ്പിറ്റലിൽ ആകണമെന്നാണ് കണ്ണേട്ടനും ഞാനും ആഗ്രഹിക്കുന്നത്. അമ്മ എന്നോടൊപ്പം ഉണ്ടാകണമെന്നും എന്തായാലും ഞാൻ അമ്മയാകാൻ പോകുന്നു എന്ന് കരുണ ഉൾപ്പെടെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പൊട്ടിത്തെറി തന്നെ പ്രതീക്ഷിക്കാം. ചിലപ്പോൾ ഞാൻ വഴി വിളിച്ച് നടക്കുന്നവരാണ് എന്നുള്ള രീതിയിൽ സംസാരം ഉണ്ടാകും. എന്തിനേയും നേരിടാൻ ഞാനും കണ്ണേട്ടനും തയ്യാറാണ്. പ്രസവം കഴിയുന്നത് വരെ കണ്ണേട്ടൻ നടന്ന കാര്യവും ആരും അറിയരുത്, അതാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നും മഹി മോഹിനിയോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് കണ്ണനും മഹിയും മോഹിനിയോട് യാത്ര പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്താണ് പ്രതാപൻ വരുന്നത്. അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, നീ ഇവനുമൊത്ത് മൂന്നാറിലേക്ക് പോയത് എൻ്റെ കുഞ്ഞിനെ ചൊടിപ്പിക്കാൻ വേണ്ടി ആയിരുന്നില്ലേടി. നീ മൂന്നാറ് ചുറ്റുന്നതും ചന്ദ്രനിലേക്ക് പോകുന്നതുമൊക്കെ നിനക്കൊരു കുഞ്ഞിനെ തരാൻ കഴിയില്ല എന്നൊരു ബോധം ഇവനുള്ളത് കൊണ്ടാണെന്ന് പ്രതാപൻ പറയുമ്പോൾ അത് ഞാനങ്ങ് സഹിച്ചു എന്ന് ചുട്ട മറുപടി കൊടുത്ത് പ്രതാപൻ്റെ വായടപ്പിക്കുന്നുണ്ട് കേട്ടോ മഹി. നിങ്ങൾ പറയുന്ന കഴിവ് കേട്ട എന്നെ എൻ്റെ ഭാര്യയ്ക്ക് ജീവനാണെന്ന് കണ്ണൻ പറയുമ്പോൾ നീ ഇപ്പോൾ സ്വത്തൊക്കെ ഇവളുടെ പേരിൽ എഴുതി വെച്ചില്ലേ, ഇനി ഇവളിൽ നിന്നെ പറ്റിച്ച് മറ്റൊരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോകുമ്പോഴും നീ ഇത് തന്നെ പറയണമെന്ന് പ്രതാപൻ പറയുമ്പോൾ ഇവരോടൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യവും ഇല്ല കണ്ണേട്ടാ, നമുക്ക് പോകാം, ശരി അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് മഹി കണ്ണനെയും കൂട്ടി പോകുന്നു. അങ്ങനെ കണ്ണനും മഹിയും മോഹിനിയോട് യാത്ര പറഞ്ഞ് ഇറങ്ങുന്നത് കണ്ട് മുത്തശ്ശിക്കും പ്രതാപനും ആണെങ്കിൽ കരുണയ്ക്കും അതൊന്നും ഒട്ടും സഹിക്കുന്നില്ല. നമ്മുടെ വീട്ടിൽ പൂച്ചയെ പോലെ പതുങ്ങി ജീവിച്ചവളാണ് ഇപ്പോൾ പുലിയെ പോലെ നമ്മുടെ നേരെ സംസാരിക്കുന്നത്. പക്ഷേ എന്ത് ചെയ്യാനാ പ്രതാപ, നമുക്ക് അവളോടൊന്നും തിരിച്ചു പറയാൻ പറ്റാത്ത അവസ്ഥയായി പോയില്ലേ എന്ന് മുത്തശ്ശി പറയുമ്പോൾ ഞാൻ പലപ്പോഴായി ശ്രദ്ധിക്കുന്നു അച്ഛനും മുത്തശ്ശിയും എന്തിനോ അവളെ ഭയപ്പെടുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതൊന്നുമില്ല മോളെ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കരുണയെ സമാധാനിപ്പിച്ച് നിർത്തുകയാണ് കേട്ടോ മുത്തശ്ശി ചെയ്യുന്നത്. അങ്ങനെ കരുണ അവിടെ നിന്നും പോയതിന് ശേഷം അവളുടെ ഭർത്താവിനെ വീൽ ചെയറിലാക്കിയതും അവൻ്റെ അച്ഛനെ കൊന്നത്, ലോറി ഇടിപ്പിച്ചു കൊന്നത് നീയാണെന്ന് പറഞ്ഞ് നിന്നെ ജയിലിലാക്കുമെന്ന് അവൾ പറയാതെ പറഞ്ഞു പ്രതാപ എന്ന് മുത്തശ്ശി. അതുകൊണ്ട് അവളെ കൂടുതൽ ചൊടിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. കണ്ണനെങ്ങാനും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ ജീവിതം ജയിലിൽ തന്നെ ആയിരിക്കുമെന്ന് മുത്തശ്ശി പറയുമ്പോൾ അത് കേട്ട് പേടിച്ചു വിറയ്ക്കുന്നുണ്ട് കേട്ടോ പ്രതാപൻ.
പിന്നീട് കണ്ണനും മഹാലക്ഷ്മിയും അനന്തുവിനെയും ലേഖയും കാണാനായിട്ട് എത്തുന്നു. അപ്പോൾ അവിടെ മാർക്കോയും ഉണ്ട്. തുടർന്ന് പ്രതീക്ഷിക്കുന്നതിന് മുൻപേ നമ്മൾ ആഗ്രഹിച്ചതൊക്കെ നടന്നു, ഇയാൾ ഒരു അമ്മയാകാൻ തയ്യാറെടുക്കുകയാണ് എന്ന് കണ്ണൻ പറയുന്നത് കേട്ട് എന്തെന്നില്ലാതെ സന്തോഷിക്കുന്നുണ്ട് അനന്തവും ലേഖയും മാർക്കോയും ഒക്കെ. എന്തായാലും അനന്തവും ലേഖയും കണ്ണനും മഹാലക്ഷ്മിക്കും ഗംഭീരമായിട്ടുള്ള ഒരു വിരുന്ന് തന്നെ ഒരുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇക്കാര്യം ഒരാളെ അറിയിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മാർക്കോയാണെങ്കിൽ സിദ്ധിയായിട്ടുള്ള അമ്മയെ കാണാനായിട്ടാണ് പോകുന്നത്. തുടർന്ന് അമ്മയോടായിട്ട് മാർക്കോ പറയുന്നുണ്ട്, നമ്മൾ ആഗ്രഹിച്ചതുപോലെ കണ്ണൻ സാറും മഹാലക്ഷ്മിയും അച്ഛനും അമ്മയാകാൻ തയ്യാറെടുക്കുകയാണ്. ഇനി എന്തായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്? മഹാലക്ഷ്മിയുടേത് സുഖപ്രസവം തന്നെ ആയിരിക്കും എന്ന് മാർക്കോ ചോദിക്കുമ്പോൾ, എന്ന് ചോദിച്ചാൽ സുഖപ്രസവം തന്നെയായിരിക്കും, എങ്കിലും ഈ കാലയളവിൽ ലക്ഷ്മി മോളുടെ ഇല്ലാതാക്കാനുള്ള ശ്രമം ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. മോൾക്ക് കാവലായിട്ട് അവരുടെ കൂടെ തന്നെ മോനുണ്ടാകണം. അവർക്ക് ജനിക്കുന്ന ഈ കുഞ്ഞ് അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും എന്ന് വീണ്ടും ഒരു പ്രവചനം മാർക്കോയോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ അമ്മ. അങ്ങനെ താൻ അമ്മയാകാൻ പോകുന്നു എന്നുള്ള കാര്യം ശത്രുക്കളിൽ നിന്നും അധിക നാളൊന്നും മറച്ചു വയ്ക്കാൻ കണ്ണനോ മഹിക്കോ കഴിയുന്നില്ല. അങ്ങനെ മഹി ഗർഭിണിയാണെന്നുള്ള കാര്യം എല്ലാവരും അറിയുന്നു. അപ്പോൾ എല്ലാവർക്കും അത് ശരിക്കൊരു ഷോക്ക് ആവുന്നുണ്ട്. പക്ഷേ കണ്ണേട്ടൻ്റെ കുഞ്ഞ് തന്നെയാണെന്നാണ് മഹി എല്ലാവരോടും പറയുന്നത്. പക്ഷേ കണ്ണൻ നടന്നു തുടങ്ങുന്നത് കാണാത്തത് കൊണ്ട് തന്നെ എല്ലാവരും ശത്രുക്കൾ അതെല്ലാം വളച്ചൊടിക്കുന്ന രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. കണ്ണേട്ടൻ്റെ കുഞ്ഞ് എന്ന് പറഞ്ഞുകൊണ്ട് വല്ലവൻ്റെയും കുഞ്ഞിനെ വയറ്റിലിട്ടാണ് അവൾ നടക്കുന്നത്. അവനാണെങ്കിൽ ഒരു മണ്ടൻ, അതെല്ലാം വിശ്വസിക്കുകയാണ് എന്നെല്ലാം പ്രതാപൻ പറയുന്നുണ്ട്. മഹിയാണെങ്കിൽ ഡ്യൂ ഡേറ്റ് ആവുന്നതും കണ്ണേട്ടനും താനും ജനിക്കാൻ പോകുന്ന കുഞ്ഞും എത്തി സന്തോഷത്തോടെ ജീവിക്കുന്നതെല്ലാം സ്വപ്നം കാണുന്നുണ്ട്. അവളുടെ കുഞ്ഞ് ഈ ഭൂമി കാണരുത് എന്ന് കരുണ പറയുമ്പോൾ, അവൾ പ്രസവിച്ചെങ്കിലല്ലേ മോളെ ആ കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിക്കൂ. അതിപ്പോൾ ആരുടെ കുഞ്ഞായാലും കണ്ണൻ്റെ കണക്കില്ലാത്ത സ്വത്തുക്കളുടെ അവകാശി ആ കുഞ്ഞാണ്. ആ കുഞ്ഞ് അവളെ വേരോടെ തന്നെ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാക്കണമെന്ന് പേരും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ തോമസ് ഡോക്ടറുടെ ഹോസ്പിറ്റലിൽ വെച്ച് മഹാലക്ഷ്മി ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ എല്ലാ തവണത്തെയും പോലെ അതെല്ലാം അതിജീവിച്ചുകൊണ്ട് മഹാലക്ഷ്മി ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മിയെയും കുഞ്ഞിനെയും കൂട്ടി കമലേശ്വരത്തേക്ക് നടന്നു വരുന്ന സമയത്താണ് കണ്ണൻ്റെ കാലിന് തളർച്ച മാറി കണ്ണന് നടക്കാൻ കഴിയും എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന സത്യം ശത്രുക്കളെ എല്ലാവരും അറിയുന്നത്. അപ്പോൾ അത് അവരെ സംബന്ധിച്ച് ശരിക്കും ഒരു ഷോക്ക് തന്നെ ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്